നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയുമ്മ സാജൻ. മറന്നുപോകാതിരിക്കാനാണ് വീണ്ടും ചക്കരയുമ്മ സാജൻ എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയപ്പോ എന്നെ പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചു, ഇത് ആരാന്നറിയാവോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആരാണ്? പണ്ട് സിനിമയിൽ എടുത്തിട്ടുള്ള ആളാണ്. ഏത്? അപ്പൊ എന്റെ പടത്തങ്ങളുടെ പേരൊക്കെ പറഞ്ഞു. കുട്ടികളാണ് കേട്ടോ, അവർക്കറിയില്ല ഞാൻ ഈ ചക്കരയുമ്മ എന്ന സിനിമ എടുക്കുമ്പോൾ അവർ ജനിച്ചിട്ടൊന്നുമില്ല. ഇനി അവരുടെ മാതാപിതാക്കൾ ജനിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയമാണ്. അതുകൊണ്ടാണ് ഈ ചക്കരയുമ്മ സാജൻ എന്ന് പറയുന്നത്. എന്താ അവരെ ഓർമ്മിപ്പിക്കാൻ അവരെ നമ്പർ ഇടും. അതെന്താണെന്ന് വെച്ചാല്, കണ്ടറിഞ്ഞ സിനിമയിലെ നീ എറിഞ്ഞോ മേലെ മാനത്തിന്റെ പാട്ടുണ്ട്. അത് സാറിന്റെ പടമാണ്. പിന്നെ അങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് മൂവി വരാറുണ്ട്. അത് പിള്ളേരൊന്നും കാണില്ല, നമ്മുടെ പഴയ ആൾക്കാരെന്ന് കാണും, അവരാസ്വദിക്കും. സാറിന്റെ പടം പണ്ട് എന്തൊക്കെ കേരെന്ന് പറയും. അത് കേട്ട് കോൾമേൽ കൊള്ളാനേ പറ്റും. ഇപ്പൊ സിനിമ മുഴുവൻ മാറിപ്പോയി. സിനിമ എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേ ഇപ്പൊ ഒരു പടം കാന്തയെ കുറിച്ച് രണ്ടു വാക്ക് പറയാല്ലേ. നമ്മുടെ ദുൽഖറിന്റെ പടമാണ്. ഞാൻ കുറെ വർഷം മദ്രാസിലായതുകൊണ്ട് തന്നെ കുറെ സുഹൃത്തുക്കൾ ഇപ്പോഴും മദ്രാസിലാണ്. അന്ന് പടം റിലീസിന് മുമ്പ് ഫിലിം ചേംബറിൽ ഇതിടും, റിവ്യൂ ഇടും, സിനിമാക്കാരെയും പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ചോദിച്ചു, കാന്ത കേരളത്തില് നവംബർ 14 റിലീസ്, ഓൺലൈൻ ബുക്കിംഗ് തകർച്ചയായിട്ട് നടക്കുന്നു, ഭയങ്കര റിപ്പോർട്ടായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു, ഒരു പത്രക്കാരനാ, എങ്ങനെയുണ്ട് കാന്ത? സാറേ ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത്, സാറേ ഞാനായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിലൊന്നിട്ട് പത്രക്കാരുടെ അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ അഭിപ്രായം അദ്ദേഹം എനിക്ക് ഇങ്ങോട്ട് അയച്ചു വാട്സപ്പിൽ. അത് ഞാൻ വായിക്കാം, കാരണം ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല, കുറച്ച് കാട് കയറിപ്പോകും തോന്നും. ഞാൻ വായിക്കാം. കണ്ട, ഹി ജസ്റ്റിഫൈഡ് ദ ടൈറ്റിൽ നടിപ്പ് ചക്രവർത്തി. ഒരു തമിഴ് റിപ്പോർട്ട് പറയുകയാണ്, DQ ദുൽഖർ സൽമാൻ നടിപ്പ് ചക്രവർത്തി. അവിടെ തമിഴില് ഓരോ നല്ല നടന്മാർക്ക് ഓരോ പേര് കൊടുക്കും. നടികർ തിലകം ശിവാജി ഗണേശൻ, മക്കൾ തിലകം MGR, പുന്നകൈ മന്നൻ ജമിനി ഗണേശൻ, കാതൽ മന്നൻ ജമിനി ഗണേശൻ, പിന്നെ ഉലകനായകൻ കമലഹാസൻ, പിന്നെ ശിരിപ്പ് പേരഴകി KR വിജയ. ഇങ്ങനെ ഓരോരോ പേരുകൾ അവർ തന്നെ കൊടുക്കും. അത് നല്ല ഇതാണ്. അപ്പൊ അവർക്ക് പറയാണ് ഇദ്ദേഹത്തെ നടിപ്പ് ചക്രവർത്തി. നല്ല പേരല്ലേ. മലയാളത്തിലൊന്നും അങ്ങനെ പറയില്ല, എങ്കിലും അവർക്കൊരു അഭിമാനമാണ്. അത് കേൾക്കാൻ നമുക്കൊരു രസമുണ്ടല്ലേ. അപ്പൊ പിന്നെ അടുത്ത് പറയുന്നത് വെച്ചാല്, കരിയർ ബെസ്റ്റ് ഫിലിം ഫോർ ദുൽഖർ സൽമാൻ കാന്ത. ഹീസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഓരെ എന്ത് വേണം? ഹീസ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. അനദർ ലാംഗ്വേജ് ലോഡിംഗ് ഫോർ കാന്ത. അടുത്ത ആളുടെ റിപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടത് ഈ കാന്തയും ലോകയാണ്. അത് അവർ തന്നെ പറയുന്നത്. ഇന്ത്യയിലെ OTT പ്രേക്ഷകർ 60 കോടി കടന്നു. ഏറ്റവും കൂടുതൽ പേർ കണ്ടത് കാന്താരയും ലോകയും. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു കാന്ത. അതുകൊണ്ടാണ് അഭിനയം കൂടാതെ പ്രൊഡക്ഷന്റെ ഭാഗമായതും എന്ന് ദുൽഖർ സൽമാൻ പറയുകയാണ് കേട്ടോ. ദുൽഖർ സൽമാൻ പറഞ്ഞ കൊച്ചിയിലൊരു റിവ്യൂ ഷോ ഉണ്ടായിരുന്നു. അത് റിവ്യൂ ഷോ അല്ലല്ലോ, ആണോ മീറ്റിംഗ് പറഞ്ഞത്, അത് ഞാൻ കോട്ട് ചെയ്തതാണ്. ഈ 1950 കഥയാണ് ഇതിന്റെ. അപ്പോ ഇതൊരു കാരണം നമുക്ക് സാധാരണ 1950 കഥയാകുമ്പോൾ അന്നത്തെ രീതിയിലുള്ള രീതിയിലായിരിക്കും എടുക്കുന്നതൊക്കെ. അത് ജനങ്ങൾക്ക് ഇഷ്ട രീതിയിൽ അത് എടുക്കണമെങ്കിൽ അതിന്റെ പിറകിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. 6 വർഷം എടുക്കുമ്പോഴാണ് ഈ പടം എടുക്കാനായിട്ട് സെൽവമണി ഡയറക്ടർ, വലിയ ഡയറക്ടറാണ്. അപ്പോ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ കഠിന അധ്വാനമുണ്ട്. ഇല്ലാതെന്ന ഒരു പടമൊന്നും ഇത്ര നല്ല അഭിപ്രായം വരില്ല. മാത്രമല്ല കാലങ്ങളനുസരിച്ചിട്ടുള്ള പടം എടുക്കുമ്പം അതിന്റെ അധ്വാനം കൂടും. ഒരുപാട് എഫേർട്സ് എടുത്തേ പറ്റുള്ളൂ. മലയാളത്തിന്റെ പ്രിയതാരം ദുൽഖർ സൽമാൻ ഒരുക്കുന്ന ചിത്രം
സംവിധാനം സെൽവമണി. പിന്നെ പുള്ളിക്കാരെ പറയാണ് ഈ ദുൽഖർ, ഞാൻ എന്നെ സ്വയം വിളിക്കുന്നത് മെട്രോ സ്റ്റാർ ആണെന്ന് ചിരിച്ചുകൊണ്ട് പുള്ളി കൊച്ചിയിലെ മീറ്റിംഗ് പറഞ്ഞതാണ്. അപ്പൊ മെട്രോ സ്റ്റാർ എന്ന് പുള്ളി തന്നെ വിളിക്കുന്നതെന്ന് പോലെ നല്ല ഹാസ്യമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. വളരെ വളരെ സാധാരണ സംസാരിക്കില്ലേ ആ രീതിയിൽ. അത് മമ്മൂട്ടി അങ്ങനെയാണ്, ഇവർ ഏറെടുത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തവരെ പറ്റി വീണ്ടും പറയുന്നത്. കാന്തയെ പറ്റി മൊത്തത്തിൽ നല്ല അഭിപ്രായം തന്നെയാണ്. അത് വരാൻ വേണ്ടി ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിയിലെ കാന്തയുടെ പ്രൊഡക്ഷൻ പരിപാടിയിലായിരുന്നു ദുൽഖറിന്റെ ഈ തുറന്നു പറച്ചിൽ. ഞാൻ തന്നെയാണ് എന്നെ മെട്രോ സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ചിത്രത്തിലെ സഹനടന്മാരായ റാണ ദഗ്ഗുബാട്ടി, സമുദ്രക്കരി, പിന്നെ നായിക ഭാഗ്യശ്രീ ബോർസെ എന്നും ചടങ്ങിലുണ്ടായിരുന്നു. ഒരു അടിപൊളിയായിരിക്കുമല്ലേ മീറ്റിംഗ്. റണ്ണിങ് ടൈം വരുന്നത് 2 മണിക്കൂറും 43 മിനിറ്റുമാണ്. അല്പം പോലും വിരസത തോന്നില്ല. ഇപ്പൊ 2 മണിക്കൂർ പടം നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ക്ഷമ ഇടും. ഈയിടെ 1-2 സിനിമകളെ ഞാൻ കണ്ട്, മോശം സിനിമകളെ കുറിച്ച് ഞാൻ പറയില്ല. കാരണം എന്തിന് കോടികളെടുത്ത് പണം മുടക്കെടുത്ത നിർമ്മാതാക്കളെ ഞാൻ എന്തിനു വഴിയിലാക്കുന്നത്? അവരുടെ പരസ്യത്തിൽ കൂടെ കാണട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ? പുള്ളികൾ മുടക്കിയെടുത്ത പടങ്ങൾ തന്നെയാണ് കാണേണ്ടത്. കാരണം എനിക്കിപ്പം പുതിയ പടങ്ങളെ കുറിച്ച് അഭിപ്രായം അറിയാനും ഞാനൊരു സംരംഭത്തിലേക്ക് നീങ്ങാതെ പറയാറായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കഥ എന്റെ രീതിയിലല്ലല്ലോ ഇപ്പോഴത്തെ പോകുന്നത്. എന്റെ ചില ഫാമിലി സെന്റിമെന്റ്സ് അതൊന്നും ഇപ്പൊ വേണ്ട. ഇപ്പൊ പടം നല്ലത് തീരുമാനിക്കുന്നത് ജനങ്ങളാണ്, നമ്മുടെ സംവിധായകരോ നിർമ്മാതാക്കളോ അല്ല. അതുകൊണ്ട് ഏത് തരം സിനിമകളാണ് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് ഞാനെന്നൊരു സിനിമക്കാരൻ, ഒരു സിനിമ ഡയറക്ടർ കണ്ടേ പറ്റൂ. അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ കണ്ടാലും ഇല്ലെങ്കിൽ ഞാൻ പറയില്ല. പക്ഷെ ഈ ദുൽഖറിന്റെ ഈ പടത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഗാന്ധി കേസ് ഗംഭീർ റിപ്പോർട്ട്, സമുദ്രത്തിന് ഗംഭീര പ്രകടനം, പിന്നെ സെൽവമണിയാണ് ഡയറക്ഷൻ. പിന്നെ ഇതിലൊരു പ്രത്യേക സംഭവം എന്ന് വെച്ചാല് ഇതിലൊരു കേസ് നടക്കുന്നുണ്ട്. എറണാകുളം ഹൈക്കോടതിയിൽ ആരെ കേസ് കൊടുത്തു എന്ന് വെച്ചാൽ, ഇത് പണ്ട് എം കെ ത്യാഗരാജ ഭാഗവത് പറഞ്ഞൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു. ഞാനും ജനിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പുള്ള തമിഴിലെ സൂപ്പർ സ്റ്റാറാണ് എം കെ ത്യാഗരാജ ഭാഗവത്. അദ്ദേഹം 7 സിനിമകളെ അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിലും അദ്ദേഹം ഒരു സ്വർണ്ണപ്പണിക്കാരനായ കൃഷ്ണമൂർത്തി എന്ന ആളിന്റെ മകനായിരുന്നു. അപ്പൊ അച്ഛന് താല്പര്യം മകനെ ഒരു സ്വർണ്ണപ്പണിക്കാരനാക്കണമെന്നായിരുന്നു. പക്ഷെ പുള്ളിക്കാരന് താല്പര്യം സംഗീതത്തോടായിരുന്നു. ഒരു ദിവസം പുള്ളിക്കാരൻ അച്ഛൻ മോനെ സ്വർണ്ണപ്പണി ഏൽപ്പിച്ചിട്ട് പുറത്തു വിട്ടപ്പം അവിടെ കടയുടെ മുമ്പിൽ ആൾക്കാർ കൂടി നിൽക്കുന്നു. എന്താന്ന് വെച്ചാല് മകനകത്തിരുന്നുകൊണ്ട് സംഗീതം ആരംഭിക്കുകയാണ്, കേൾക്കാനായിട്ട് ആൾക്കാർ നിൽക്കുക. ഇതില് ഇദ്ദേഹത്തെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ പാട്ട് ജയകൃഷ്ണ മുകുന്ദ മുരാരി എന്നൊരു പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഇദ്ദേഹത്തിന്റെയാണ്. പിന്നെ ഒട്ടനവധി പാട്ടുകൾ എം കെ ത്യാഗരാജ ഭഗവത്. അങ്ങനെ അച്ഛൻ ഈ പാട്ട് കേട്ടിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതേ ഈ പണിയാനാണ്, ചുമ്മാ പാട്ട് പാടി നടക്കാനില്ല, കുലത്തൊഴിലാണ്, പാട്ടും പാടി നടന്നോട്ടെ, വീട്ടിലെ അരി കഴിയില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് അടിച്ചു പുള്ളി. ഇയാള് നാടോട്ട് പോയി. ഈ പയ്യൻ അന്ന് 13 വയസ്സുകൊണ്ടേ ഉള്ളൂ. നാടോട്ട് പോയപ്പോഴത്തേക്ക് ഏതൊരു പിതാവിനാണ് മാതാവിനാണ് ദുഃഖം സഹിക്കുന്നത്. അങ്ങനെ അമ്മ പറഞ്ഞു, എന്റെ മോനെ കൊണ്ട് തങ്ങാൻ പറ്റും, നിങ്ങൾ എവിടെ പോയാലും. അങ്ങനെ അന്വേഷിച്ചപ്പോൾ പുള്ളി ആന്ധ്രാപ്രദേശത്തില് ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി. അവിടെ പോയപ്പോ പുള്ളി ഒരു അമ്പലത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പാട്ട് പാടുകയാണ്. അവിടെ ഭയങ്കര ആൾക്കാർ. ചെന്നപ്പാടാണ് കൊച്ചു പയ്യൻ നിന്ന് പാടുകയാണ്. അപ്പോഴാണ് അച്ഛന് മനസ്സിലായത്, മകന്റെ വഴി സ്വർണ്ണപ്പൊടിയല്ല, അവന് സംഗീതമാണ്. ഈ സംഗീതം ഇങ്ങനെ പഠിച്ചു എന്നുള്ളത് അദ്ദേഹം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇവനെ സ്കൂളിൽ അയക്കുമ്പം സ്കൂളിലെല്ലാം പോകുന്നു. നല്ല സംഗീതത്തിനടുത്ത് ഭാഗവതരുടെ അടുത്ത് പോയിട്ട് സംഗീതം അഭ്യസിക്കുകയാണ്. അത് ഒരു കലയാണ്. അദ്ദേഹത്തിന് പാട്ടല്ലാതെ ഒന്നുമില്ല. അങ്ങനെ പിന്നീട് പുള്ളി ഇത് അറിഞ്ഞുകൊണ്ട് അന്നത്തെ കാലത്ത് ഈ നാടക കമ്പനികൾ വലിയ പ്രചുര പ്രചാരമുള്ളതാണ്. സിനിമയൊന്നുമില്ലല്ലോ. അങ്ങനെ വലിയൊരു തമിഴ് നാടക കമ്പനിയിലെ ആരോ ഒരാള് അദ്ദേഹത്തെ നാടകത്തിൽ ക്ഷണിച്ചു. 13 വയസ്സുള്ള പയ്യൻ. അന്ന് ആ കഥാപാത്രം ഒരു 13-14 വയസ്സുള്ള പയ്യനാണ്.
അന്നത്തെ കാലത്ത് ഈ പാടി അഭിനയിക്കണം. ഈ പയ്യനെ നാടകത്തിൽ ബുക്ക് ചെയ്തു. നാടകം എന്ന് പറഞ്ഞാലോ കൊണ്ടങ്ങോട്ട് കയറി ഭയങ്കര ബുക്കി. ഒന്നല്ല രണ്ടല്ല തമിഴ്നാട് എവിടെയും ഈ നാടകം ബുക്കി. അതോടുകൂടി ആ നാടക മുതലാളിക്ക് ഈ പയ്യനോട് ഭയങ്കര വാത്സല്യവും മറ്റ് നാടക കമ്പനിക്കാർ വിളിച്ചു. പക്ഷേ ഇയാൾ വിട്ടില്ല. കാരണം ഇതിവിടെ തന്നെ ഒരുപാട് ബുക്ക് ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കവേണ് ഒരു സിനിമാ നിർമ്മാതാവ് ലെനാ ചെട്ടിയാർന്ന മറ്റാണ് അദ്ദേഹം അറിയുന്നത്. എന്നാൽ അന്ന് സിനിമയൊന്നും ഇല്ല. പുള്ളിക്കാരത്തിൽ പണക്കാരനൊക്കെയാണ് ഈ പയ്യനെ സമീപിക്കുന്നത്. അന്നിപ്പോ 17 വയസ്സൊക്കെ ആയി. അപ്പൊ ഇവൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ല, എനിക്ക് നാടകം, അതും എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് സംഗീതമാണ്. അപ്പൊ സംഗീതത്തിന് പ്രാധാന്യമുള്ള സംഭവം നമുക്കെടുക്കാം, നീ തന്നെ ശരിയാക്കി പദവടക്ക്. അപ്പൊ അയാൾക്ക് താല്പര്യമായി. അങ്ങനെ ലേന ചെട്ടിയാർ ഒരു സിനിമ എടുത്തു, സംഗീത പ്രാധാന്യമുള്ള സിനിമ. ആ സിനിമ ഭയങ്കര വിജയമായിരുന്നു. ആ സിനിമയുടെ പേര് ഹരിദാസ് എന്നായിരുന്നു. അത് ഭയങ്കര റെക്കോർഡ് കളക്ഷൻ. അത് പിന്നെ വലുതായിട്ട് ഓടിയ പടമാണ്. എനിക്ക് ഈ മറന്നു പോകുന്നതാണ് ഞാനിപ്പോൾ നോക്കിയിരിക്കുന്നത്. തമിഴ് സിനിമയുടെ തലവര മാറ്റി എഴുതിയ വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് എം.കെ. ജയരാജ ഭാഗവർ. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച ആൾക്കാരാണ് പിന്നീട് നായകനായ എൻ.എസ്. കൃഷ്ണൻ, പിന്നെ ശ്രീനിവാസനൊക്കെ അദ്ദേഹത്തിനോട് അഭിനയിച്ചാലാണ്. പക്ഷേ എൻ.എസ്. കൃഷ്ണൻ ഒരു ഹാസ്യമാണ്. അന്ന് ഈ ഹാസ്യത്തിന് പ്രാധാന്യം കൊണ്ടതാണ്. നമ്മുടെ മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഏതായാലും ഇതിനെവിടെ അസൂയാലുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ അസൂയാലുക്കളുടെ പേരിൽ ഇദ്ദേഹത്തിന് അല്പം വിഷമം അനുഭവിക്കേണ്ടി വന്നു. ഒരു മഞ്ഞ പത്രക്കാരൻ പുള്ളിക്കാരൻ എന്തോ മോശമായിട്ടൊക്കെ എഴുതി, അതിനൊക്കെ പ്രതികരിച്ചു. ആ പ്രതികരണത്തില് ഈ മഞ്ഞപത്രക്കാരൻ ലക്ഷ്മീകാന്തൻ എന്നാണ് അയാളുടെ പേര്. ഇപ്പോഴും മഞ്ഞപത്രമൊന്നും നമ്മളെ മലയാളത്തിൽ ഇല്ലെങ്കിൽ പണ്ടൊരു കാലത്തുണ്ടായിരുന്നു, ഇല്ലാത്തതും കൊല്ലാത്തതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന. അപ്പൊ ലക്ഷ്മീകാന്തനും അയാളെ ശാസിക്കണമെന്നൊക്കെ ഇയാളെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു. ഈ കൂട്ടുകാരന്മാരൊക്കെ പോയിട്ടെന്ന് വെച്ചാല് ലക്ഷ്മീകാന്തൻ എന്ന് പറഞ്ഞാൽ പത്രക്കാരനല്ലേ, അവർ തമ്മിൽ വാക്കുതർക്കമായി. ഇതിൽ ഒരു കൂട്ടുകാരൻ അയാളെ കുത്തിക്കൊലപ്പെടുത്തുന്ന വാർത്ത ഭയങ്കര കാട്ടുതീ പോലെ പടർന്നു. അങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. കോടതിയിൽ സാക്ഷികളൊന്നുമില്ല. സാക്ഷ്യസ്ഥാനത്തിലൊക്കെ ഇദ്ദേഹത്തെ തെളിവ് കൊടുക്കാനോ അദ്ദേഹം അല്ല എന്ന് പറയാനോ കോടതിക്ക് തെളിവുകളല്ലേ ആവശ്യം. ഏതായാലും എൻ.എസ്. കൃഷ്ണനെയും പിന്നെ ത്യാഗരാജ ഭാഗവതരെയും 3 വർഷം ശിക്ഷിച്ചു. നോക്കിക്കൊള്ളണം, ഈ ത്യാഗരാജ ഭാഗവതർ ഒരു സിനിമ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദാരിദ്ര്യം മുഴുവൻ മാറി, നല്ല വരുമാനം, പിന്നെ 10 വിരലുകളിലും സ്വർണ്ണ മോതിരം, സ്വർണ്ണ തളികയിലാണ് പുള്ളിക്കാരൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. വിദേശ നിർമ്മിതമായ കാറിലാണ് പുള്ളി വരുന്നതും ഇറങ്ങുന്നതും. ഇദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആൾക്കാർ കാത്തു നിന്നു. അദ്ദേഹത്തിന് മുടി സ്റ്റൈലൊക്കെ ഭാഗവത സ്റ്റൈലിൽ മുടി നീട്ടി വളർത്തുന്ന സ്റ്റൈല്, കാതിൽ കടുക്കൻ, സുന്ദരനാണ് എങ്കിൽ ത്യാഗരാജ ഭാഗം. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാം, അത്ര സുന്ദരനാണ്, നല്ല പാട്ടുകളുമാണ്. അങ്ങനെ പിന്നെ പുള്ളിക്കാർ ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ അന്നും സഹായങ്ങൾ പറഞ്ഞൊക്കെ ചെയ്തിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ കോടതി പുള്ളിയെ 3 വർഷം ശിക്ഷിച്ചു. അന്നേരം പുള്ളിക്കാരൻ ശിക്ഷ വിധിക്കുന്ന സമയത്ത് 7 സിനിമകളുടെ കരാറിലായിരുന്നു, 7 8 സിനിമകളിൽ. പക്ഷെ ഇത് ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നിർമ്മാതാക്കളൊക്കെ ആരും വന്നില്ല. ഇദ്ദേഹത്തിന്റെ കാറുകൾ വിറ്റു, പിന്നെ തമിഴ്നാട്ടിലെ വീടുകൾ വിറ്റു, സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ വിറ്റു. ചുരുക്കത്തിൽ ദരിദ്രനായി ചില ഒരു നേരത്തെ ഭക്ഷണത്തിൽ പോലും ഓരോ വീടുകളിൽ പുള്ളി യാചിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത്. സ്വർണ്ണത്തളികയുടെ, സ്വർണ്ണ മോതിരങ്ങളെവിടെ, കാറുകളെവിടെ? മനുഷ്യന്റെ ഉയർച്ച താഴ്ചയൊക്കെ ദയനീയമല്ലേ? ഇദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിനാണ് ശിക്ഷ അനുഭവിച്ചത്. എങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഈയിടെ കുറ്റക്കാരനാണല്ലോ. സിനിമാ നിർമ്മാതാക്കളാരും ലക്ഷങ്ങൾ മുടക്കിയെടുക്കുന്ന ആളാരെങ്കിലും വീണ്ടും ഈ ത്യാഗരാജ ഭാഗവതർ വെച്ച് സിനിമ എടുക്കുമോ? ഇല്ല. ഇപ്പോഴും ഇവിടെ എങ്ങനെയാണ്? 1-2 സിനിമ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നിർമ്മാതാവ് കോടികൾ മുടക്കില്ല, ആരും മുടക്കില്ല. പക്ഷെ ഒന്നുണ്ട്, ധൈര്യമുള്ള നിർമ്മാതാക്കൾ 1 അല്ല 2 അല്ല തുടർച്ചയായിട്ട് പടങ്ങൾ പൊട്ടിയാലും പടം എടുക്കും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അരോമ മണി. അദ്ദേഹം ആളാണ്. അത് ഈയിടെ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് 2 സിനിമകൾ ഞാൻ എടുത്തു. അദ്ദേഹത്താണ് CBI എടുത്തു. ആഗസ്റ്റ് 1 ഒരുപാട് പടങ്ങൾ. ഇതല്ല തിങ്കളാഴ്ച നല്ല ദിവസം, ഇത് മിക്ക സംവിധായകരെയും പടം കൊടുക്കും. PG വിശ്വംഭരൻ അദ്ദേഹത്തിന്റെ
സ്ഥിരം ഡയറക്ടറായിരുന്നു, ക്ലാസ് പറഞ്ഞെടുക്കും, പിന്നെ എല്ലാം അങ്ങനത്തെ ആരോപണം. ഒരു തകർച്ചയും പുള്ളിക്കാരനെ ബാധിക്കില്ല. കാരണം അദ്ദേഹം അങ്ങനെ വന്ന് ജനിച്ചു വളർന്ന ആളാണ്. അങ്ങനെ ചില നിർമ്മാതാക്കളുണ്ട്. അപ്പോ അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു എടുത്തു പറയാൻ കാരണം നമ്മുടെ ദുൽഖറിന്റെ കിങ് ഓഫ് കൊത്ത എന്ന പടം ദയനീയമായ പരാജയമായിരുന്നു. അദ്ദേഹം നിർമ്മിച്ച പടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, തളർന്നില്ല. അദ്ദേഹത്തിന് അറിയാം ഒരു പടം പോയി വെച്ചിട്ട് അദ്ദേഹത്തിന് ഉற்பത്തി പറഞ്ഞിട്ടുണ്ട് പോലും കാര്യങ്ങൾ ചെയ്തു തീർക്കണുണ്ടായിരുന്നു, സഹോദരിമാരെ വാഴച്ചയക്കണുണ്ടായിരുന്നു, പണം ആവശ്യമായിരുന്നു. നിനക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നീ നോക്കി ഇങ്ങനെ ചെയ്താൽ മതി എന്ന് വാപ്പച്ചി പറഞ്ഞിട്ടുണ്ടെന്ന് ദുൽഖർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടെന്താ 6 വർഷം കാത്തിരുന്നുകൊണ്ട് പുള്ളിക്കാരൻ എടുത്ത പടമാണ് ഈ പടം കാന്ത. ഇനി എങ്ങനെയാണ്, പക്ഷെ ഇത് തെലുങ്കിനകത്ത് മലയാളത്തിൽ റിലീസാകാൻ പോലെയുള്ളൂ. എങ്ങനെയായാലും പുള്ളിക്കാരന് ധൈര്യശാലിയാണ്. എങ്ങനത്തെ പണം എടുക്കണം, ഏത് തരത്തിലുള്ള സംവിധായകന് വേണം എന്ന് നല്ലതുപോലെ തിട്ടമുള്ള ആളാണ് ഈ അദ്ദേഹം. DQ, ഞാൻ DQ കൊച്ചു പയ്യൻ, ദുൽഖർ സൽമാൻ ഇപ്പൊ DQ ആയല്ലോ. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞത് ത്യാഗരാജ ഭാഗവതരുടെ 1950 സംഭവം ഈ സിനിമയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരോ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇതിന്റെ ഒരു ചെറിയ ഇൻസ്പിറേഷൻ മാത്രമാണ്, അല്ല ഭാഗവതരുടെ കഥയും ഭാഗവതരുടെ ജീവിതമായിട്ട് ഇതിന്റെ ബന്ധവുമില്ല. ഇതില് നല്ല ആക്ഷൻ ഉണ്ട്, ത്രില്ലിംഗ് മൂഡാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും നല്ലതുപോലെ സ്വീകാര്യമായ സിനിമയാണിത്. മനോഹരമായ സിനിമാറ്റോഗ്രാഫി എന്നാ പറയുന്നത് കേട്ടോ. പിന്നെന്താ, ദുൽഖറിന്റെ പടമല്ലേ, ആകാതിരിക്കുമോ? ദുൽഖർ മാത്രമല്ല, ദുൽഖറിന്റെ കൂടെ ഉണ്ടോന്ന് പ്രഗത്ഭരുണ്ട്, സംവിധായകരും വേറെ 1-2 പേരുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരന് ധൈര്യപൂർവ്വം എടുക്കാൻ പറ്റി. നല്ല റിപ്പോർട്ട്, മദ്രാസിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടും പിന്നെ കൊച്ചിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടും നല്ല റിപ്പോർട്ട്. അത് പറയാനാണ് ഞാനിപ്പോ ഈ എപ്പിസോഡ് ഉപയോഗിക്കുന്നത്. കാരണം വെച്ചാല് അങ്ങനെയൊന്നും തുടരുന്ന ആളല്ല ദുൽഖർ സൽമാൻ, തുടരാൻ പാടില്ല. നല്ല സിനിമകളുടെ ഒരു പൂക്കളം തന്നെ നമ്മൾ ദുൽഖറിൽ നിന്ന് പരീക്ഷിക്കാം. ഇനി നല്ല നല്ല സിനിമകൾ ദുൽഖറിൽ നിന്നും നമ്മുടെ സിനിമാ നിർമ്മാതാക്കളിൽ നിന്നും വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് വെച്ചാല് ഞങ്ങൾക്ക് സിനിമാക്കാർക്ക് ഒരു ക്ഷേമനിധിയുണ്ട്. അതില് പഴയ ആൾക്കാർക്കൊക്കെ, പ്രായമുള്ള ആൾക്കാർക്കൊക്കെ മാസം പറഞ്ഞ് 4000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് പൈസയില്ല. തിയേറ്ററിൽ നല്ല കളക്ഷൻ വരുമ്പോൾ അപ്പോഴത്തന്നെ ഞങ്ങളുടെ ക്ഷേമനിധിയിലേക്ക് പണം ചെല്ലും. അതുകൊണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ, ആരെയും കടം വാങ്ങിക്കാതെ മാസം കറക്റ്റായിട്ട് പെൻഷൻ എത്തും. അപ്പൊ ഇതിനിടയിൽ ഒന്ന് പറയുന്നത് നമ്മുടെ P. ശ്രീകുമാർ, അദ്ദേഹം ഞങ്ങളുടെ ഈ ചെയർമാൻ ആയിരുന്നപ്പോ, പ്രസിഡന്റ് ആയിരുന്നപ്പോ ക്ഷേമനിധി ബോർഡിന്റെ കറക്റ്റ് എല്ലാ മാസവും 1-ാം തീയതി 4000 രൂപ ബാങ്കിലെത്തും. ഇപ്പൊ നമ്മുടെ മധുബാലിനെ കുറ്റം പറയല്ല, മധുബാൽ ഈ കാര്യത്തിൽ പ്രഗത്ഭനല്ല. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്, ചെറുപ്പത്തിലെ SOAക്കാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്, എന്റെ സുഹൃത്താണ്. പക്ഷേ സമയത്തൊന്നും ഈ പാവപ്പെട്ടവർക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ക്ഷേമനിധി പെൻഷൻ എത്തുന്നില്ല. അത് സത്യത്തിൽ ഒരു ദയനീയ സംഭവമാണ്. പിന്നെ 1500 രൂപ പെൻഷനിൽ നിന്ന് ഒറ്റയടിക്ക് 4000 രൂപ ആക്കിയത് നമ്മുടെ P. ശ്രീകുമാറാണ്. അദ്ദേഹം നിർമ്മാതാവാണ്, സംവിധായകനാണ്, നല്ല നടനാണ്. അദ്ദേഹം ഇപ്പൊ വിശ്രമത്തിലാണ്. അതുപോലുള്ള ആൾക്കാർ തലപ്പത്ത് വന്നാലല്ലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തിലും നല്ല നേതാക്കന്മാരുണ്ടെങ്കിലല്ലേ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മധുബാൽ ഒന്നും ചെയ്യുന്നില്ല. മധുബാൽ പറയുമായിരിക്കും, ഞാൻ ധനകാര്യ വകുപ്പ് പോയി ചോദിക്കുമ്പം ഫണ്ടില്ല എന്ന് പറയുമായിരിക്കും. പക്ഷെ അതേ കാര്യമില്ല. ധനകാര്യ വകുപ്പല്ലല്ലോ ഇതിന് പൈസ തരുന്നത്, തിയേറ്ററുകാരല്ലേ പൈസ. ഒരു പ്രാവശ്യം തിയേറ്ററിൽ കളക്ഷൻ വന്നില്ല എന്ന് കരുതി അദ്ദേഹം അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ് ചെയ്യണം. അതല്ലേ P. ശ്രീകുമാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആവശ്യം പോലെ ഫണ്ടുണ്ട്. ഞങ്ങളുടെ സിനിമാ തിയേറ്ററിന് കളക്ഷൻ വരുമ്പോഴത്തേക്ക് ഫണ്ട് ആവശ്യം പോലെ ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ശുഷ്കാന്തി ഉണ്ടെങ്കിൽ എല്ലാ മാസവും P. ശ്രീകുമാർ ചെയ്തതുപോലെ 4000 രൂപ എത്തിക്കാം. മാത്രമല്ല ഇപ്പൊ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി 1600 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു നമ്മുടെ സ്ത്രീകൾക്ക്. പിന്നെ അതുപോലെ ഈ 4000 രൂപ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാർ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഈ മധുബാൽ വിചാരിച്ചാൽ എന്തുകൊണ്ട് ഒരു 5000 രൂപ ആക്കിക്കൂടാ? സർക്കാർ തരണ്ടല്ലോ. അതിനാണ് ഓരോ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ ഖേദപൂർവ്വം അറിയിക്കുകയാണ്, മധുബാൽ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഈ സ്ഥാനത്ത് പുള്ളിയൊരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായതുകൊണ്ടാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോരാ, കഴിവുള്ള ആൾക്കാർ എത്ര പേരുടെ സിനിമയിലുണ്ട്. ഞാനൊന്നും ഈ മേഖല വരാൻ താല്പര്യപ്പെടുന്നില്ലെന്നുള്ള പറയാം. എനിക്കിരിക്കാനൊന്നുമല്ല, എനിക്ക് ക്ഷേമനിധി ബോർഡിലോ അല്ലെങ്കിൽ KSFDCയിലോ ഒന്നും പോകണമെന്ന് യാതൊരു താല്പര്യമില്ല. അല്ലാതെ തന്നെ എനിക്ക് വേറെ ചില ജോലികളൊക്കെ ഉണ്ട്. ഇല്ലാത്ത ഇവിടെ ഇരിക്കുന്നല്ല.
ഏത് പ്രസ്ഥാനത്തും കഴിവുള്ള ആൾക്കാരിരിക്കണം. ഏതായാലും ഈ കിങ് ഓഫ് എടുത്ത ദുൽഖർ സൽമാൻ വീണ്ടും സജീവമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള ധൈര്യം വന്ന ഇപ്പോഴത്തെ ഈ കാന്ത അതിഗംഭീര വിജയം കൂടി വരിക്കും എന്ന് ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുന്നു, നിങ്ങളുടെ ഞാൻ എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, ലൈക്ക് ചെയ്യുന്നുള്ളൂ. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും എന്തിനും എപ്പോഴും പറയണമെന്ന്. ഇപ്പൊ നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ട് ഉറപ്പിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. ഞാൻ നല്ലതേ പറയൂ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ സിനിമക്കാലത്ത് അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിട്ട് വന്ന കാലത്തും പിന്നെ കുറെ സംവിധാനം ചെയ്ത കാലത്തും ഒരുപാട് അനുഭവ കഥകൾ പറയാനുണ്ട്. അതിലാണ് ഞാൻ ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോഴാണ് ഈ ആനുകാലികമായിട്ട് ഈ സംഭവങ്ങളൊക്കെ പറയേണ്ടിയിരുന്നത്. എങ്കിലും ഞാൻ തുടർന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതെല്ലാം കേൾക്കാൻ താല്പര്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.